ഹായ് ഡിയേഴ്സ്, ഇന്ന് എനിക്കൊരു ഫേവറേറ്റ് ഐറ്റം കിട്ടിയ സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. ചക്ക എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ചക്കയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഒരു പഴുത്ത ചക്കയും ഒരു പച്ച ചക്കയുമാണ് കിട്ടിയത്. പഴുത്ത ചക്കയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല തേൻ പോലത്തെ മധുരമായിരുന്നു. പച്ചച്ചക്ക ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ചക്ക വെട്ടി മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ പുറത്തെ തൊലിയൊക്കെ ചെത്തിയിട്ട് ഈ ഒരു ഭാഗത്തിന് ഇങ്ങനെ അടത്തി എടുത്തു. അതാണ് നമുക്ക് ഈസി ആയിട്ട് തോന്നിയത്. വീട്ടിലാണെങ്കിൽ ആരെങ്കിലും കട്ട് ചെയ്ത് തരുമല്ലോ, പിന്നെ നമുക്ക് ചുള അടത്തിയെടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചക്ക വേവിച്ചു, പിന്നെ ഞാൻ കുറച്ചെടുത്ത് വറുത്തു, പിന്നെ ചക്കപ്പഴം കഴിച്ചു. ചക്കപ്പഴം വെച്ചിട്ട് ഒരു അപ്പം ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ചക്കയും വെച്ചിട്ട് ചെയ്തത് കേട്ടോ. ആ ഒരു കുഞ്ഞിൻ ചക്ക വെച്ചിട്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കും. പറ്റി കേട്ടോ, ഞാനതൊക്കെ പറ്റിച്ചു. അങ്ങനെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ചക്കയും മീൻകറി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചക്ക വേവിച്ചത് മത്തിക്കറിയാണ് ഉണ്ടാക്കിയത്. റെസിപ്പി ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാൻ അറിയാമല്ലോ. വെറുതെ ഇത് കിട്ടിയൊരു സന്തോഷം നിങ്ങളോടൊന്ന് പങ്കുവെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കാണിച്ചത് കേട്ടോ. നാട്ടിലൊക്കെ നമുക്ക് എപ്പോഴും ഇത് കിട്ടുന്നതാണല്ലോ, അപ്പോൾ നമുക്ക് അത്ര സന്തോഷം ഇല്ലെങ്കിലും ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ മാറി നിൽക്കുന്ന സിറ്റി ലൈഫിലൊക്കെ നമുക്കിങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ആ സന്തോഷം എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്ര ഒരു രസമായിരുന്നു കേട്ടോ. ഞാനതാ ഈ ചക്കപ്പഴം വെച്ചിട്ട് ഒരപ്പം കൂടി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെയാണ്. അപ്പോൾ ഇലയൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കി കൊടുത്തത്. ഒരു വട്ടയപ്പത്തിൻ്റെ സ്റ്റൈലിൽ അങ്ങ് ഉണ്ടാക്കി കൊടുത്തു. ഇത് നമുക്ക് അരിപ്പൊടി ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ ഗോതമ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ചക്കയൊക്കെ കിട്ടുന്ന സമയത്ത്. താങ്ക് യു ഫോർ വാച്ചിങ്. ആരെങ്കിലും വീഡിയോ കാണുന്നു സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യണേ.